സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വഴിയോരങ്ങളിൽ തണ്ണീർ പന്തൽ സജ്ജമാക്കാനും പൊതുയിടങ്ങളിൽ സൂര്യാഘാത പ്രഥമ ശുശ്രൂഷയ്ക്ക് സൗകര്യമൊരുക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ചൂടിനെ പ്രതിരോധിക്കാൻ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കനത്ത ചൂടിനെ തുടർന്ന് വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. കോഴിക്കോട് നിന്ന് ദിലീഷ തിലകനും തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജേബിയും ചേരും. ആദ്യം ദിലീഷിലേക്ക്. ദിലീഷ, പൊതുവിൽ എങ്ങനെയാണ് ഇന്ന് കോഴിക്കോട്ടെ ചൂട്? ആളുകൾക്ക് സൂര്യാതാപം ഏൽക്കുന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും അമൽ, വലിയ ചൂടാണ്. ഓരോ ദിവസവും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നട്ടുച്ച സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. നമുക്കിപ്പോൾ അത്യാവശ്യപ്പെട്ട യാത്രകളൊക്കെ ആണെങ്കിൽ എത്ര ചൂടാണെങ്കിലും അത് മുടക്കാനും പറ്റില്ല. സാധാരണക്കാരായ ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളെയൊക്കെ തന്നെയാണ്. നമ്മളിവിടെ വന്നപ്പോൾ പോലും ഈ ബസ് സ്റ്റാൻഡിൽ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവർ ഈ ചൂട് സഹിക്കാൻ വയ്യാതെ ഈ കച്ചവടം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ മൂടി വെച്ച് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതാണ് നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബസ്സിലെ തൊഴിലാളികളൊക്കെ ഉണ്ട്, അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടാ. അത്തരത്തിൽ വലിയ ചൂടാണ് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. എന്നാൽ നമ്മളിപ്പോൾ ഇവിടേക്ക് വന്ന സമയത്ത് തിരക്ക് പൊതുവെ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പരമാവധി ആളുകൾ ഈ യാത്രകളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. കാരണം ഈ സൂര്യാഘാതത്തിൻ്റെ വാർത്തകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് എന്നതിലാണ്. കുറച്ച് വ്യാപാരികളുണ്ട്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? ചൂട് കടുപ്പം ചൂടാണ്. കടുപ്പം ചൂട് തന്നെയാണ്. കച്ചവടം എങ്ങനെ നടക്കുന്നു ഇത്രയും ചൂടത്ത്? എങ്ങനെയാണ്? നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചൂടിൻ്റെ ഇത് ഇങ്ങോട്ട് വരും. പിന്നെ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂടി വെച്ച് നമ്മൾ പോവുകയും ചെയ്യും. ചൂട് കൂടുതലാകുമ്പോൾ ഇതൊക്കെ ഒന്ന് മൂടി വെച്ച് മാറും. ഈ ചൂടിന്റെ ഈ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ കൃത്യമായിട്ട് വെള്ളം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മൾ ബോട്ടിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കണം. അത് തന്നെ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇറച്ചി ഇതാവും. ഇത്തരത്തിൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ കടുത്ത ചൂടാണ്, പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് കച്ചവടം മുടക്കാനും പാടില്ല. എന്നാൽ പോലും അവർ ചില സമയത്ത് ഇത് താങ്ങാനാകാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് അവർ ഇതെല്ലാം മൂടി വെച്ച് അങ്ങോട്ട് മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റാത്ത ചൂടാ. ബസ്സിലെ ജീവനക്കാർ, ബസ് ഡ്രൈവർ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രിപ്പ് കട്ടാക്കിയ ചൂടായിട്ട്. ഞാൻ പോകുന്ന ബസ് 3 ട്രിപ്പ് അടിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ട്രിപ്പ് ചൂടായിട്ട് കൊണ്ടു മാത്രം. ആളും കുറവാണ് ചൂടിന്. യാത്രക്കാർ കുറവാണോ? അവരെ കുറവുണ്ട്. ഈ മറ്റിപ്പോൾ പാലക്കാടൊക്കെ ഈ ചൂട് കൂടിയത് കാരണം ഗ്ലാസിന്റെ ചില്ലൊക്കെ പൊട്ടുന്ന സാഹചര്യമാണ്. അങ്ങനത്തെ എന്തെങ്കിലും പേടി? ഇവിടെ അങ്ങനെ അത്ര ചൂടില്ല. പാലക്കാട് അത്ര ഒന്നും ഇവിടെ വരുന്നില്ല. എന്നാൽ ഭയങ്കര ചൂടുണ്ട്. ഗ്ലാസ് ഒന്നും പൊട്ടുന്ന രീതിയൊന്നും വന്നില്ല. കൂടുതൽ സമയം പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സ്വീകരിക്കുന്നത്? കാര്യമായിട്ടൊന്നുമില്ല. വെള്ളം നല്ലോണം കുടിക്കുക. അത് തന്നെ, ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട്. ഒരുപാട് ബോട്ടിൽ 10-15 ബോട്ടിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ചൂടൻ മൂപ്പര് കാരണം തന്നെ പറയാനുള്ളൂ. കാരണം ദിവസവും 4-5 ബോട്ടിൽ വെള്ളം കുടിക്കുന്ന ഒരു ദിവസം. അതിനെക്കുറിച്ച് വേറെ കൂടുതലൊന്നും പറയാനില്ല. അവർ പറഞ്ഞതുപോലെ അവർ കൂടുതൽ സമയം പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. വലിയ രീതിയിലുള്ള ഒരുപാട് സമയമൊന്നും അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഉപജീവന മാർഗ്ഗമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്തായാലും സാധിക്കില്ല. ജോലി ചെയ്യുന്നേ നിവർത്തിയുള്ളൂ. എന്നാൽ മാക്സിമം വെള്ളം കുടിക്കുക, ഈ ചൂടിൽ നിന്ന് അങ്ങനെയൊക്കെ ചെറിയ രീതിയിലുള്ള രക്ഷ തേടുക എന്നുള്ളത് മാത്രമേ നിലവിൽ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ സൂര്യാഘാതം ഏൽക്കുന്നതിൻ്റെ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ഈ വാഹനങ്ങളിൽ പോകുന്ന ആളുകൾക്കാണ് കൂടുതലും ഇത്തരത്തിൽ സൂര്യാഘാതം ഏൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ യാത്രക്കാരും ഉണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ. നമുക്ക് കൂടുതൽ യാത്രക്കാരോടൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. പക്ഷേ വേനൽ മഴ കുറഞ്ഞതിനെ കൊണ്ടുള്ള പ്രശ്നമാണ് മെയിനായിട്ട് പോകുന്നത്. വേനൽ മഴ ഉണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ചൂടറിയില്ല. പക്ഷേ വേനൽ മഴ കിട്ടിയാൽ നമുക്ക് ആശ്വാസമാവും. കുറച്ച് ചെറിയ ആശ്വാസം. പക്ഷെ ചെറിയ മഴ ഒന്നും പെയ്തിട്ട് ഒരു കാര്യമില്ല. പെയ്യാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ നല്ല നിൽക്കാതെ പെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കൂളിംഗ് കിട്ടുള്ളൂ. അല്ലാണ്ട് ഒന്നും കൂളിംഗ് ഒരിക്കലും കിട്ടൂല. എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടോ ചൂടിന്? നാളെ മുതൽ മഴ തുടങ്ങുന്നല്ല പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷയിലിരിക്കും. ഇപ്പോൾ എല്ലാത്തിനും ഓവർ ചൂടാണ്. ഈ ഉച്ച സമയത്തൊക്കെ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഉച്ച സമയങ്ങളിൽ എന്താ ചെയ്യുക?
ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ റെസ്റ്റ് ഒന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 5 മണിക്കൂർ ജോലിയാണ്. ആ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ജോലി കണ്ടിന്യൂ ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ ജോലി പോകും. അപ്പോൾ പിന്നെ ഞങ്ങളെ ജോലി പരമാവധി അത്ര ഓവറായിട്ടുള്ള അത്രയുള്ള ജോലിയൊന്നും ഇല്ലെങ്കിലും വന്നാലും പരമാവധി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ജോലി ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പരമാവധി ഞങ്ങൾ വെള്ളം കുടിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ബസ്സിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ കയറ്റി കഴിഞ്ഞാൽ അതിനുള്ള റെസ്റ്റ് ഉണ്ട് ഞങ്ങൾക്കുണ്ട്. യാത്രക്കാരും പൊതുവെ കുറവാണ്. യാത്രക്കാർ പൊതുവെ എന്ന് പറഞ്ഞാൽ ഉച്ച നേരത്തെ യാത്രക്കാർ കുറവുള്ളൂ. അല്ലാണ്ട് യാത്രക്കാർ അങ്ങനെ കുറവില്ല. അത്യാവശ്യം യാത്രക്കാർ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം യാത്രക്കാരുണ്ട്. അതേപോലെ തന്നെ രാവിലെ 12 മണി വരെ യാത്രക്കാരുണ്ട്. 12 മണി മുതൽ ഈ 3 മണീൻ്റെ ഇടയിൽ മാത്രമേ ആ ചൂടിൻ്റെ സമയത്ത് മാത്രമേ കുറച്ച് ആളുകൾ കുറവുള്ളൂ. എന്തായാലും അമൽ ദിൽന അവർ പറഞ്ഞതുപോലെ തന്നെ പരമാവധി മുൻകരുതലുകൾ, അതായത് വെള്ളമൊക്കെ കുടിക്കുക എന്നുള്ളത് തന്നെയാണ് മാക്സിമം. യാത്രക്കാരുടെ കുറവും നല്ല രീതിയിൽ ഉണ്ട്, കുറച്ച് യാത്രക്കാരുണ്ട്. ഓക്കെ ദിൽഷ, കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ് ദിൽഷ തിലകൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.